നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ രണ്ടാളും തമ്മിലുള്ള അടുപ്പം കണ്ടപ്പോ അങ്ങനെയല്ലല്ലോ തോന്നിയത്? അടുപ്പൊന്നുമില്ല. ശ്രീകുട്ടിയോട് ചോദിച്ച് ഡീറ്റെയിൽസ് എനിക്ക് അറിയാവുന്നതേ ഉള്ളൂ. പക്ഷേ കുഞ്ഞിനെ വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ചോദിക്കാതിരുന്നതാ. ഒന്നാമത് മോൾ അവളുടെ അമ്മയെ കാണാതെ വിഷമിച്ച് കഴിയുക. ആ കുഞ്ഞിനോട് സ്വന്തം അമ്മയെക്കുറിച്ച് തന്നെ ചോദിക്കണ്ടെന്ന് കരുതി. അമൃതാട്ടത്തി എന്താ പതിവില്ലാതെ ഓഫീസില്? എന്റെ ദൈവമേ, ഇനി അഭയ വല്ല സംശയവും? എന്താന്ന് വെച്ചാ മറുപടി പറ. അല്ല, അമൃതാട്ടത്തി എന്താ ഓഫീസില്? അല്ല, എന്താ എടുത്തൊന്നും മിണ്ടാത്തെ? അരുൺ ഇവളെ അറിയോ? ഇത് ജാസ്മിൻ, നമ്മുടെ കമ്പനിയുടെ പുതിയ സ്റ്റാഫാന്ന് തോന്നുന്നു. തോന്നുന്നേ ഉള്ളൂ. അപ്പൊ സ്റ്റാഫ് അല്ല? അല്ല, സ്റ്റാഫാ. വീടെവിടെയാ? ജാസ്മിന്റെ വീട് എവിടാന്നാ ചോദിച്ചേ? അതെടുത്ത് ഇവിടെ ഒരു ബന്ധുവിന്റെ കൂടെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ കമ്പനി ഗസ്റ്റ് ഹൗസ് ലാബി. അല്ല, ജാസ്മിൻ. അബി, ജാസ്മിൻ. അല്ല എടുത്തി, ഇത് പുതിയ സ്റ്റാഫല്ലേ? അതാ എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്തെ. ഓ, അങ്ങനെ. ആ, ഓ, അങ്ങനെ. അല്ല, അമൃതയെടുത്തി ഓഫീസിലോ? എനിക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ആ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്കും അറിയണമല്ലോ. അങ്ങനെ വന്നതാ. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ഓഫീസ് കാര്യത്തില് അത്ര എഫിഷ്യന്റ് അല്ല എന്നുള്ള പരാതി ഉണ്ടല്ലോ. അപ്പൊ അമൃതയെടുത്തിയ കാര്യങ്ങൾ പഠിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി പറഞ്ഞു വിട്ടതാവും. ഐശ്വര്യ എന്താ ആലോചിക്കുന്നേ? ഈ ഓഫീസിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലേ ശരിക്കും തലവേദന കേസാ. സമാധാനത്തില് വീട്ടിൽ കഴിയുന്ന അമൃതയെടുത്തി അതിനിടയിലേക്ക് എന്തിനാ വന്നത്? വന്ന് ഓരോന്ന് തലേ കയറ്റി വെച്ചാലേ പിന്നെ കിടന്ന ഉറക്കം വരില്ല. അത്ര റിസ്കാ ഇവിടുത്തെ കാര്യങ്ങള്. ആ, അത്ര റിസ്ക് ഉള്ളത് ഇവിടുത്തെ കാര്യങ്ങളെന്ന് എനിക്കിപ്പോ ബോധ്യായി. അതാ ഞാൻ പറഞ്ഞേ, ഏട്ടത്തി വേഗം വീട്ടിലേക്ക് പോയിക്കോ. വീട്ടിലെ കാര്യങ്ങളും ആദ്യേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സമാധാനത്തോടെ അവിടെ കഴിയും. ഞാൻ എന്തായാലും ഇവിടുത്തെ ഈ കുരിശ് തലയിലേറ്റി. അത് ഞാൻ തന്നെ ചുമന്നോളാം. പാവം അമൃതേടത്തേക്ക് ഇതൊന്നും പറ്റില്ല. ഐശ്വര്യ, ഞാൻ വന്നത് എന്താന്ന് വെച്ചാ... ഒന്നും പറയണ്ട, എടുത്തി പോയേ. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണ്ട. വെറുതെ ബീപ്പ് കേറും. പോയേ. ഐശ്വര്യ, അതല്ല ഞാൻ പറയുന്നൊന്ന്. ഞാൻ പറയുന്ന കേക്ക്. എടുത്തി വേഗം പോയേ. ഐശ്വര്യ, ഞാനൊരു കാര്യം എടുത്തി. ഒന്നുമില്ല, എടുത്തിയും കൂടി ഇവിടെ കഷ്ടപ്പെടാൻ ഞാൻ വിടില്ല. എടുത്തി വേഗം പോയേ. വാ എടുത്തി, വാ. ഐശ്വര്യ, ഞാൻ പറയട്ടെ. ഐശ്വര്യ, അമൃതേടത്തി, ഒരു സെക്കൻഡ്. ഡ്രൈവർ, കാറൊന്ന് പെട്ടെന്ന് കൊണ്ടുവരുമോ? അമൃതേടത്തിക്ക് അത്യാവശ്യമായിട്ടൊന്ന് വീട്ടിൽ പോവാനാ. വേഗം വേണം കേട്ടോ. ഐശ്വര്യ, ഞാൻ സംശയിച്ചത് വെറുതെ അല്ലെന്ന് ഇപ്പൊ ഉറപ്പായി. അത് ഐശ്വര്യ. എത്രയും വേഗം അത് തെളിയിക്കണം. അല്ലെങ്കിൽ അരുണിന്റെ ഐശ്വര്യയുടെയും ജീവിതം അത് പ്രശ്നം. ഞാനാ ജയിച്ചേ. ഫൈനൽ റൗണ്ട് റിയാലിറ്റി ഷോയില് ഞാനാ വിജയിച്ചേ. ഞാൻ ജയിച്ചു. ഞാനാ ജയിച്ചേ. ഞാനാ പാട്ടുകാരി. ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാ. കൃഷ്ണ തുളസി ഞാനാ. ശ്യാമിയാ ഞാൻ. കണ്ണന്റെ ശ്യാമിയാ ഞാൻ. മോളെ, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ ശ്യാമ ഇനി ജയിക്കാൻ ആരുമില്ല. ഒന്നാമതാ ഞാൻ.
ഏറ്റവും വലിയ പാട്ടുകാരി ഞാനാ ശ്യാമ, കണ്ണന്റെ ശ്യാമ. നോക്കി, ഇത് മമ്മിയാ. മോളെ, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? ഇത് മമ്മിയാ. മമ്മി. ആ മമ്മി. മോൾ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞേ? ഞാൻ എവിടെയാ? മോള് സ്വപ്നം കണ്ടതാ? സ്വപ്നം കണ്ടതാണല്ലേ? മോളെ, എന്താ പറ്റിയേ? ഞാൻ പരാജയപ്പെട്ടു. ഞാൻ ആരുമല്ല മമ്മി. മോളെ കരയില്ലേ? ഞാനിനി എന്തിനാ ജീവിക്കുന്നേ? ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. ഞാൻ മരിക്കാൻ പോവാ. അയ്യോ മോളെ, മോളെ. മോളെ, 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 മോളെ. 75 ലക്ഷം രൂപ ചെക്ക് എനിക്ക് കിട്ടി. 75 ലക്ഷം രൂപ. മോളെ, എന്താ ഇതൊക്കെ? ഈശ്വരാ. എന്റെ ഈശ്വരന്മാരെ, എന്റെ മോൾക്ക് എന്താ പറ്റി? ഞാൻ ഇതിപ്പോ ആരോടാ പറയാ? ആ അരുന്ധതിയോ? ജീവനോടെ ഉണ്ടോ? ഐശ്വര്യ എന്നെ കളിയാക്കണോ? കളിയാക്കിയതല്ല, കഴിഞ്ഞ ദിവസത്തെ രണ്ടാളുടെയും ഓട്ടം കണ്ട് ചോദിച്ചതാ. ഓ, അല്ലെങ്കിൽ ഒരു ആപത്ത് വരുമ്പോ വേണ്ടപ്പെട്ടവരാരും കാണില്ല. ഏയ് അതല്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ഒരു വലിയ സങ്കടം പറയാനാ ഞാൻ ഐശ്വര്യ ഇപ്പൊ വിളിച്ചത്. അപ്പൊ ഐശ്വര്യ, എന്താ കാര്യം പറഞ്ഞോളൂ. എന്റെ മോള് പിച്ചുമ്മയും പറയാ. പിച്ചുമ്മയും പറയുന്നോ? ആ, വല്ലാത്ത തുറച്ചു നോട്ടോ. വിൻ ചെയ്തു. ശ്യാമയാ ഞാൻ. 75 ലക്ഷം കിട്ടി. ഇങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് ഓരോന്ന് വിളിച്ചു പറയാ. അത് ചിലപ്പോ പേടിച്ച് മനസ്സിളകിയതാവും. മനസ്സിളകിയേ? സാരമില്ല, മാറിക്കോളും. താനെ മാറിക്കോളും. വെറുതെ ടെൻഷനൊന്നും ആവണ്ട. ഇപ്പൊ നല്ല മയക്കം അവള്. ഉറങ്ങട്ടെ, ശല്യം ചെയ്യണ്ട. ശരിക്കൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ, എല്ലാം ശരിയാവും. ശരിയാവൂല്ലേ? പിന്നെ ശരിയാവാതെ എവിടെ പോവാൻ? താനെ നോർമൽ ആയിക്കോളും. ഇപ്പൊ ഐശ്വര്യ പറഞ്ഞപ്പോഴാ എനിക്ക് കുറച്ച് ആശ്വാസമായത്. ഞാനൊന്ന് പേടിച്ചുപോയി. പേടിക്കാൻ ഒന്നുമില്ലെന്നേ, എല്ലാം നേരെയാകും കേട്ടോ. ശരി ഐശ്വര്യ, മോൾ ഉണരട്ടെ. അതുവരെ കാത്തിരിക്കല്ലേ? ആ അത് മതി. ശരി ഐശ്വര്യ. വിസ്മയക്കിന് ടെൻഷൻ കയറി തലയ്ക്ക് സുഖമില്ലാതായോ? അയ്യോ, നല്ലൊരു കുട്ടിയായിരുന്നു, പാവം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.